ഒരു ഉപചോദ്യം കൂടി ചോദിക്കാനുണ്ട്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്നത് ഒരു ഭാര്യയെ ഒഴിവാക്കി, ഇതുവരെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് മുഴുവൻ ഈ പുരുഷന്മാർ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചാണ്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാര്യയെ വിവാഹം കഴിക്കുമ്പോൾ, രണ്ടാമത്തെ ഭാര്യയെ വിവാഹം കഴിക്കുമ്പോൾ ആദ്യത്തെ ഭാര്യ കണ്ണീരിൽ കുതിർന്ന്, കാരണം അവളുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് രണ്ടാം വിവാഹം കഴിച്ചു കാണുന്നത്. ഇതുപോലെ തന്നെ 3ഉം 4ഉം വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഈ മാർഗദർശനം എന്താണ് ഈ കാര്യത്തിലുള്ളത്? രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ആദ്യത്തെ ഭാര്യയോട് നീതി പുലർത്തണം എന്ന് പറയുന്നുണ്ട്. ആ കാര്യത്തിൽ ഒന്നുകൂടി വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം, ഉപചോദ്യം, സ്ത്രീകൾക്കേറെ അവകാശങ്ങൾ നൽകുന്ന ഇസ്ലാം, എന്നാൽ ബഹുഭാര്യത്വത്തിന് നിലവിലുള്ള ഭാര്യയുടെ സമ്മതം ആവശ്യപ്പെടണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, ഇസ്ലാം പ്രകൃതി മതമാണ്. മനുഷ്യപ്രകൃതിയുമായി ബന്ധപ്പെട്ട, മനുഷ്യപ്രകൃതിയുമായി 100% പൊരുത്തപ്പെടുന്ന നിയമങ്ങൾ മാത്രമാണ് ഇസ്ലാമിലുള്ളത് എന്നത്. ആ മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ് സത്യത്തിൽ ഇസ്ലാം അനുവദിച്ച വിവാഹ സംബന്ധമായ നിയമങ്ങൾ എല്ലാം തന്നെ. എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെ. അവിടെ വിവാഹ നിയമങ്ങളിൽ ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, പുരുഷന് അവൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ പുരുഷന് പുരുഷൻ്റേതായ നിയമങ്ങളുള്ളതുപോലെ സ്ത്രീക്ക് സ്ത്രീകളുടേതായ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളിൽ പുരുഷന് ഒന്നിലധികം വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചു. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ സംക്ഷിപ്തമായി വിശദീകരിക്കപ്പെട്ടത്. ചില പുരുഷന്മാർക്കെങ്കിലും അവരുടെ ലൈംഗികത തന്നെ, ലൈംഗികമായ അസ്തിത്വം തന്നെ ഒന്നിലധികം സ്ത്രീകളെ സ്വീകരിക്കേണ്ട അനിവാര്യതയുള്ള രൂപത്തിലുള്ളതാണ്. ഇത് വെറുതെ ഒരാശയമെന്നുള്ള നിലക്ക് പറയുന്നതല്ല, ഇസ്ലാമിനെ ന്യായീകരിക്കാൻ പറയുന്നതല്ല. നിങ്ങൾക്ക് ഇവിഷയകമായി ലൈംഗിക ശാസ്ത്ര സംബന്ധിയായി ഏറ്റവും ഓഥൻറ്റിക്കായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് ലഭിക്കുക കിൻസെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനങ്ങളാണ്. അമേരിക്കയിലെ മേരിലാൻഡിലുള്ള കിൻസെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ നമുക്ക് പോയാൽ പുരുഷ ലൈംഗികതയും പുരുഷ വ്യക്തിത്വത്തെയും കുറിച്ച് അവർ പറയുന്നത് മാൻ ഈസ് പോളിഗമസ് ആൻഡ് വുമൺ ഈസ് മോണോഗമസ് എന്നാണ്. ആ പോളിഗമസ് എന്നുള്ളത് പുരുഷ ശരീരവും പുരുഷ മനസ്സും പുരുഷൻ്റെ അന്തസ്രാവ വ്യവസ്ഥയുമെല്ലാം ആ രൂപത്തിലാണ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഒരു ഇഫക്റ്റ് എന്ന രൂപത്തിൽ തന്നെ റൂസ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞ് അവർ പരിചയപ്പെടുത്തേണ്ട ഒരു ഇഫക്റ്റ് തന്നെയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഞാനിത് പറയുന്നത് ഈ പ്രകൃതി എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കപ്പെട്ട രാജ്യങ്ങളിൽ മുഴുവനും ലൈംഗികത സ്വതന്ത്രമാണ്. ഒരു രാജ്യത്തും ലൈംഗികത നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം ഇന്ത്യയിൽ എൻ്റെ സുഹൃത്തിന് തന്നെ നിയമങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യക്തി എന്നുള്ള നിലക്ക് കൃത്യമായിട്ടറിയാം, പ്രായപൂർത്തിയെത്തിയ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ 100 സ്ത്രീകളുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഈ 100 സ്ത്രീകൾക്ക് അവർക്ക് സമ്മതമുണ്ടെങ്കിൽ, അവർക്ക് പ്രലോഭനമൊന്നുമില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു നിയമം അനുസരിച്ചും അത് നിരോധിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതിനെ നിയമ നടപടികൾ എടുക്കാൻ നിർവാഹമൊന്നുമില്ല എന്നുള്ളത്. ഇവിടെ ഇസ്ലാം പറയുന്നത് അത്തരം ഒരു സാഹചര്യം ഒരു പുരുഷനുണ്ടെങ്കിൽ, ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് നിയതമായ ഒരു ഇണയിലൂടെ മാത്രമേ പാടുള്ളൂ എന്നാണ്. ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടാൻ ലോകമെല്ലാവരും, ഇസ്ലാമിൻ്റെ വിമർശകരും ആധുനിക ജനാധിപത്യവും നിരന്തരം സമ്മതിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇസ്ലാം പറയുന്നത് അവിടെ ഒന്നിലധികം സ്ത്രീകളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ട അനിവാര്യ സാഹചര്യമുണ്ടെങ്കിൽ അവളെ ഇണയായി സ്വീകരിച്ച ശേഷം മാത്രമേ പാടുള്ളൂ എന്നാണ്.
അങ്ങനെ ഇണയായി സ്വീകരിച്ച ശേഷം മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ഇസ്ലാം അവിടെ മാനവികതയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഞാൻ സാധാരണ തമാശയായൊരു കഥ പറയാറുണ്ട്. ഒരു തോട്ടത്തിൽ പോയാൽ, സാധാരണ നമ്മൾ തോട്ടങ്ങളിലെല്ലാം പോയാൽ തോട്ടത്തിൽ ഒരു കുറ്റി കാണും. കുറ്റിമേൽ സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പുക എന്ന് എഴുതിയിട്ടുണ്ടാകും. അതിനർത്ഥം എല്ലാവരും വന്ന് അവിടെ കാരി കുറച്ച് തുപ്പണം എന്നല്ല, മറിച്ച് തുപ്പേണ്ടവർ അവിടെയേ തുപ്പാവൂ എന്നാണ്. എന്നാൽ ഈ എല്ലായിടത്തും തുപ്പി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഒരു കുറ്റി തന്നെ എന്ന്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട നിയമം എന്താണ്? വിവാഹം ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടൽ നിർബന്ധമാകുന്ന അവസ്ഥയുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ഇണയാക്കിക്കൊണ്ട് മാത്രമേ പാടുള്ളൂ എന്നാണ് ആ നിയമത്തിൻ്റെ കാതൽ എന്ന് മനസ്സിലാക്കുക. ഇനി ഉപചോദ്യത്തിൻ്റെ കാതലിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ സ്ത്രീയുടെ സമ്മതം ആവശ്യമുണ്ടോ എന്നതാണ്. ഇവിടെ ഇസ്ലാം പ്രകൃതിപരമാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ പ്രകൃതിപരമായൊരു മതത്തെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ പരിചയമുള്ള സുഹൃത്ത് എന്നുള്ള നിലക്ക് ആലോചിക്കുക. ഒരാളുടെ അവകാശത്തെ മറ്റൊരാളുടെ സമ്മതത്തിന് വിധേയമായിക്കൊണ്ട് ഏത് നിയമവ്യവസ്ഥക്കാണ് പറയാൻ കഴിയുക? ഒരാൾക്ക്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ, അവൾക്ക് ലഭിക്കേണ്ട നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ, അവൾ ഏതെങ്കിലും രൂപത്തിൽ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അതിനെതിരെ നിയമ നടപടികളുമായി പോകാൻ കഴിഞ്ഞേക്കും. പക്ഷേ അയാളുടെ ഒരു അവകാശത്തെ, അയാൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ, അയാളുടെ ഒരു അവകാശത്തെ എങ്ങനെയാണ് മറ്റൊരാളുടെ സമ്മതത്തിന് വിധേയമായി എന്ന രൂപത്തിലൊരു നിയമം ഉണ്ടാവുക? ഒരിക്കലും അങ്ങനെ ഒരു നിയമം ഉണ്ടാകാൻ കഴിയില്ല, ഉണ്ടാക്കാൻ സാധ്യവുമല്ല. ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ, ഉദാഹരണത്തിന് ആദ്യത്തെ കുഞ്ഞിൻ്റെ സമ്മതമുണ്ടായാലേ രണ്ടാമത്തെ കുഞ്ഞുണ്ടാകാൻ പാടുള്ളൂ എന്നൊരു നിയമം ഉണ്ടാക്കാൻ കഴിയുമോ? ഒരിക്കലും തന്നെ ഒരാളുടെ അവകാശത്തെ മറ്റൊരാളുടെ സമ്മതത്തിന് വിധേയമായി അവകാശം നേടാൻ കഴിയൂ എന്നൊരവസ്ഥാവിശേഷം ഒരു നിയമസംഹിതക്കും പറയാൻ കഴിയില്ല. അവിടെ ഇസ്ലാം ചെയ്തത്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഒന്നിലധികം ഇണകളെ സ്വീകരിക്കേണ്ട അനിവാര്യമായ സാഹചര്യമുണ്ടെങ്കിൽ അവന് എല്ലാ അർത്ഥത്തിലും അവരോട് നീതി ചെയ്യാൻ കഴിയണമെന്നും, ഏതെങ്കിലും രൂപത്തിൽ അനീതി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ അനീതിക്കെതിരെ അവൾ ആവശ്യമായ നടപടികൾ എടുക്കുവാനും, ആ ആവശ്യമായ നടപടികളിൽ ആവശ്യമെങ്കിൽ ഭരണകർത്താക്കൾ വരെ ഇടപെടിപ്പിച്ചുകൊണ്ട് അനീതി ഇല്ലാതെയാക്കുവാനും വേണ്ട സംവിധാനങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാം ആ രംഗത്ത് ചെയ്ത മാനവികമായ നടപടി. ഒരു നിയമസംഹിത എന്നുള്ള നിലക്ക് ഇസ്ലാം അതാണ് ഏറ്റവും മാനവികം എന്നുള്ളതാണ് വസ്തുത. അസ്സലാമലൈക്കും. എൻ്റെ പേര് അലി. ഞാനൊരു കൃഷിക്കാരനാണ്. ഇവിടെ പുറത്ത്, ഓഡിറ്റോറിയത്തിന് പുറത്തും ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ഒരു നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ട്. A4-ൻ്റെ 2 സൈഡിലുള്ള നോട്ടീസ്. KSOF സംസ്ഥാന സമിതിയാണ് അത് വിതരണം ചെയ്യുന്നത്. അതിൽ പ്രവാചക ജീവിതത്തിൽ ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ, ചില വിവാഹമായിട്ടും മറ്റും ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട്, ചില ഹദീസുകളുടെ മുറിച്ച ഭാഗങ്ങൾ കൊടുത്തിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിന് പ്രാമാണിക ഗ്രന്ഥങ്ങളായ ബുഖാരി, മുസ്ലിം, തിർമുദി ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ്റെ തന്നെ വ്യാജേന എഴുതി വച്ചതാണ്. ഇതിനേക്കാൾ മ്ലേച്ഛമായതും ദുഷിച്ചതുമായ നിരവധി കാര്യങ്ങൾ പ്രവാചകനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പത്നിമാരെക്കുറിച്ചും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച് പ്രചരിപ്പിക്കുന്ന നമ്മളല്ല യഥാർത്ഥത്തിൽ തെറ്റുകാർ. സൽമാൻ റുഷ്ദിയും തസ്ലീമ നസ്രീനായാലും ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന സിനിമ നിർമ്മിച്ച അമേരിക്കക്കാരനായാലും അവർ ഇസ്ലാമിനെക്കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും പഠിച്ചതും അറിഞ്ഞതും മേൽപ്പറഞ്ഞ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയാണ്. ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കാൻ പ്രചോദനവും ഹദീസ് ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഈ ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കെ നമുക്കെങ്ങനെയാണ് ഇവർക്ക് നേരെ പ്രതിഷേധിക്കുവാൻ കഴിയുക? വിശുദ്ധ ഖുർആൻ കൊണ്ടല്ലാതെ ഇത്തരം ശക്തികൾക്കെതിരെ ചെറുത്തുനിൽപ്പ് സാധ്യമാകുമോ? സാധ്യമാവുകയില്ല. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സത്യത്തിലേക്ക് മടങ്ങുക. ഖുർആൻ, സുന്നത്ത്, യൂത്ത് ഫെഡറേഷൻ. ഈ ചോദ്യം ചോദിക്കുന്നത് ചേകന്നൂർ ഭാഗത്തിൻ്റെ ചില ആളുകളാണ്. ഇവർ തന്നെയാണ് ഭാരതീയ യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് KK അബ്ദുൽ അലി മൗലവിയെ കൊണ്ട് പിന്തുടർച്ചാവകാശത്തെക്കുറിച്ച് പുസ്തകം എഴുതി അവർ പബ്ലിഷ് ചെയ്ത് അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെയാണ് തിരൂർ വെച്ചിട്ട് 1-2 പ്രാവശ്യം
യുക്തിവാദി സംഘത്തുമായി സഹകരിച്ച് പ്രവാചകനെയും ഇസ്ലാമിനെയും തെറി പറഞ്ഞത്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും തിർമിദിയിലും അബൂദാവൂദിലും എല്ലാമുള്ള ഹദീസുകൾ ആണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി അവതരിപ്പിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഒഴിവാക്കിയ ഖുർആൻ മാത്രം പ്രചരിപ്പിച്ച് റസൂലുള്ളാഹിനെ നന്നാക്കിക്കൂടെ എന്നുമാണ് ചില സുഹൃത്തുക്കൾ നോട്ടീസിൽ വിതരണം ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത്തരം നോട്ടീസ് വിതരണം ചെയ്യുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു മുൻ ധാരണയുണ്ട്. ആ ധാരണ പ്രകാരം എല്ലാറ്റിനെയും വളച്ചും വിളക്കിയും എടുക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഹദീസുകൾ പറ്റൂല എന്ന് അവർ ആദ്യം തീരുമാനിക്കുകയും ദുനിയാവിലുണ്ടായ എല്ലാ പ്രശ്നത്തിനും കാരണം ഹദീസുകളാണെന്ന് വരുത്തി തീർക്കുകയും ആ ഹദീസുകളെ നിഷേധിക്കാൻ ഒരു കാരണമായി ഇന്നസെൻസ് ഓഫ് മുസ്ലിംസിനെ കാണുകയും ഇവിടെ പരിപാടി നടക്കുമ്പോൾ അതിലും ഹദീസുകളെ നിഷേധിക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് തിരയുകയും അപ്പോൾ ഒരു നോട്ടീസ് എഴുതുകയും ചെയ്ത ഒരു ഏർപ്പാട് മാത്രമാണത്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഹദീസുകളെ മാത്രമല്ല പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ പച്ചയായി എടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത് ഭൗതികവാദികളാണെങ്കിലും ഇസ്ലാം വിരുദ്ധരാണെങ്കിലും എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഖുർആനൊരു വിമർശന പഠനം എന്ന ഇടമറകിൻ്റെ പുസ്തകം മുതൽക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ട്രൂത്ത് അബൌട്ട് മുഹമ്മദ് എന്ന ഗ്രന്ഥം വരെയുള്ള അന്താരാഷ്ട്ര രംഗത്താണെങ്കിലും നമ്മുടെ മലയാളത്തിലാണെങ്കിലും എല്ലാം പുറത്തിറങ്ങിയ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതത്തെ വിമർശിക്കുവാൻ വരെ പരിശുദ്ധ ഖുർആനിലെ പ്രത്യേകിച്ചും ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ ആയത്തുകൾ എടുത്തുകൊണ്ടാണ് അവരെല്ലാം ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് എൻ്റെ ഈ സുഹൃത്തുക്കളുടെ അതേ യുക്തി വെച്ചുകൊണ്ട് ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബ് തന്നെ ഒഴിവാക്കേണ്ടി വരും. അതേ യുക്തി ഉപയോഗിച്ചിട്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ആയത്തുകൾ ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയുന്ന അതേ യുക്തി ഉപയോഗിച്ച് അതേസമയം ആയത്തുകൾ ഇപ്പറയുന്ന ഈ വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കുന്ന അർത്ഥമല്ല യഥാർത്ഥത്തിലുള്ളത്, മറിച്ച് അവ പരിശോധിച്ചാൽ പ്രവാചക വ്യക്തിത്വത്തിൻ്റെ ഉജ്ജ്വലത മാത്രമേ നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടുകയുള്ളൂ എന്ന വസ്തുത ഇവർ നോട്ടീസ് എഴുതിയ ആളുകൾ അടക്കം അംഗീകരിക്കുന്ന വസ്തുതയുടെ അതേ വാദം വെച്ചുകൊണ്ട് എൻ്റെ പ്രതിവാദം ഇപ്പറയുന്ന ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൻ്റെ ഉജ്ജ്വലത മാത്രമേ ബോധ്യപ്പെടൂ എന്നുള്ള വസ്തുതയാണ്. വളരെ വ്യക്തമായി തന്നെ അടിവരയിട്ടുകൊണ്ട് ഇതേപോലെ ഉള്ളൊരു തുറന്ന ജനകീയ സംവാദത്തിൽ എനിക്ക് പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിക്കുകയും ലോകത്തെ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള മാർഗദർശിയായി കടന്നു വന്ന വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം ശ്രവിച്ച പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്, അള്ളാഹുവിൻ്റെ വഹ്യുവാണ്. ആ വഹയിനെ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന്, എങ്ങനെ വിശദീകരിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വിശദീകരിച്ച് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജീവിതം, പ്രവാചകൻ്റെ ജീവിതം, അതിൽ കർമ്മങ്ങളുണ്ട്, സംസാരമുണ്ട്, അനുവാദമുണ്ട്, നിഷേധമുണ്ട്. ഇതെല്ലാം ഈ ജീവിതത്തിൻ്റെ രേഖീകരണമാണ്, അല്ലെങ്കിൽ ജീവിതത്തെ മൊത്തത്തിലാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുക. ഈ സുന്നത്തിൻ്റെ രേഖീകരണമാണ്, രേഖപ്പെടുത്തപ്പെട്ടതാണ് ഹദീസുകൾ. ഈ ഹദീസുകളിൽ പ്രവാചകനിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ, ആ ഹദീസുകൾ നൽകുന്ന, സ്വഹീഹായ ഹദീസുകൾ നൽകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചിത്രം അവസാന നാളുവരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള വെല്ലുവിളി എന്ന രൂപത്തിൽ തന്നെ ഞാൻ പറയുന്നു. ആ ചിത്രത്തിൽ ഒരു പുഴുക്കുത്തുപോലും ആരോപിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. ധൈര്യമുണ്ടെങ്കിൽ
ഒരു സഹിയായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ ഇന്ന തകരാറുണ്ട് എന്ന് സ്ഥാപിക്കാൻ തയ്യാറാകാൻ വേണ്ടിയാണ് ഈ ജനകീയ സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തയ്യാറാകാം. ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ആയത്തുകളെ തെറ്റായി സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അവതരിപ്പിക്കുകയുമെല്ലാം ചെയ്തുകൊണ്ട് പ്രവാചകൻ്റെ ജീവിതത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ആ ഖുർആനിൻ്റെയും സ്വഹീഹായ റസൂലുള്ളയിൽ നിന്നുള്ളതാണ് എന്നുറപ്പുള്ള സ്വഹീഹായ ഹദീസുകളുടെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇതാ പ്രവാചകൻ ലോകത്തുള്ള മനുഷ്യരെ, സത്യമന്വേഷിക്കുന്ന മനുഷ്യരെ, ധർമ്മമന്വേഷിക്കുന്ന മനുഷ്യരെ, ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിച്ച് ലഭിക്കുവാനുള്ള ഒരു ജീവിത മാർഗരേഖ അന്വേഷിക്കുന്ന മനുഷ്യരെ ഒരു പുടുക്കുത്തുമില്ലാതെ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശിയായ സ്വന്തം ജീവിതത്തിൻ്റെ വെളിച്ചത്തിലൂടെ പതിനായിരങ്ങളെ വഴി നടത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിൽ സംശയമുള്ള ആളുകൾക്ക് നിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് നിച്ച് ഓഫ് ട്രൂത്ത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഹദീസുകൾ വരച്ച് കാണിക്കുന്ന റസൂലുള്ളാഹിയുടെ ചിത്രം സുന്ദരപാട് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് വെക്കുന്ന സംഭവിക്കുന്ന അബദ്ധങ്ങളും അപകടങ്ങളും മാത്രമാണുള്ളത് എന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് നോട്ടീസ് അടിക്കുന്നതിന് മുമ്പ് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഹദീസുകളുടെ ആന്തരാർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുവാനും സന്നദ്ധമാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് പേര് പറയണമെന്നൊരു നിർബന്ധമില്ലാന്ന് തോന്നുന്നു. കാരണം നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്താ പറയുക, മറ്റുള്ളവരുടെ കണ്ണുകൾക്കും ഇതിനൊന്നും ഇടം കൊടുക്കാതെ ഒരു ചോദ്യം ചോദിച്ചു. പേരെന്താണെന്നോ എവിടെ നിന്നാണെന്നോ സ്ഥലം എന്താണെന്നോ ആരാണെന്നോ പറയാതെ ഇത് ചെയ്തു. പക്ഷേ നിങ്ങൾ ആദ്യം ഇവിടെ പറഞ്ഞത് ചോദ്യകർത്താക്കൾ മുന്നോട്ട് വരണമെന്നും പേര് പറയണം, ഏതാണ് സ്ഥലമെന്ന് പറയണം, എന്ത് ജോലി ചെയ്യുന്നു എന്ന് പറയണം. ഈ ചോദ്യകർത്താവിന് അങ്ങനൊരു നിയമം അല്ലെങ്കിൽ ഒരു നിബന്ധന ഇല്ല എന്ന് തോന്നുന്നു. ആ രീതിയിലാണെങ്കിൽ എനിക്കും പേര് പറയാതെ ചോദിക്കാമല്ലോ അല്ലേ? സഹോദരങ്ങളെ, ഒരു പൊതുമര്യാദ എന്ന നിലയിലാണ് ചോദ്യം ചോദിക്കുന്ന ആൾ മുന്നോട്ട് വരാനും പേര് പറയാനും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ചോദിക്കാൻ ചോദ്യകർത്താവ് ഇവിടെ ഉള്ള സമയത്ത് തന്നെ മൈക്ക് അവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹം അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിനി ആവർത്തിക്കപ്പെടേണ്ട ഒന്നല്ല. ഇനി മുന്നോട്ട് വരിക, എങ്കിലും ചോദ്യം ചോദിച്ചു തരാമെന്ന നിലയിൽ പരിഗണിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെ പോകണമെന്നില്ല. എല്ലാവരും പേര് പറഞ്ഞ് മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം ഉണർത്താൻ. മൈക്ക് പിടിച്ച പ്രവർത്തകർ മുന്നോട്ട് ചോദ്യം ചോദിക്കാൻ താല്പര്യമുള്ള ആളുകളെ മുന്നോട്ട് തന്നെ കൊണ്ടുവരിക. അവിടെ നിന്ന് മൈക്ക് കൈമാറരുത് എന്ന് പ്രത്യേകം ഉണർത്തുക. പേര് പറയാനുള്ള താല്പര്യക്കുറവുകൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞത് എന്ന് എൻ്റെ സഹോദരന്മാരോട് ആദ്യമായിട്ട് പറയാം. എൻ്റെ പേര് അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും പേര് ആധികാരികമായിട്ട് പറയാനും അത് ചങ്കുറപ്പോടു കൂടി നല്ല ഇഷ്ടത്തോടു കൂടി പറയാൻ ഓരോ വ്യക്തിയും കഴിയുന്നിടത്തോളാണ് അയാളുടെ വ്യക്തിത്വം പൂർണ്ണമാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നേരത്തെ ഇവിടെ ഹദീസുകളെ കുറിച്ച് പറഞ്ഞു. എൻ്റെ പേര് അബ്ദുൾ നിസാം. ഞാൻ മലപ്പുറം കോട്ടക്കൽ സ്വദേശിയാണ്. ഞാനൊരു ഫാർമ കമ്പനിയുടെ സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ നമ്മുടെ നബി ദിന സിനിമയെക്കുറിച്ചുള്ള ഈ ജനകീയ സംവാദത്തിൽ നബിയെക്കുറിച്ച് വളരെയധികം മോശമായി പുഴുവരിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചു എന്നൊക്കെ വളരെ ഇതായിട്ട് സംസാരിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇത്തരം വിമർശകർക്ക്, ഇത്തരം എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്നത് ഇസ്ലാമിലെ ഇത്തരം വിശ്വാസ സംഹിതകൾ തന്നെയാണ്. അത് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഹനസ് നിവേദനം ചെയ്ത ഒരു ഹദീസ്, ഒരു സ്വഹീഹായ ഹദീസ് ഞാനിവിടെ ഉദ്ധരിക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രവാചകന് 3 കാര്യങ്ങളോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അതിൽ ഒന്ന് സ്ത്രീ, മറ്റൊന്ന് സുഗന്ധദ്രവ്യങ്ങൾ, മറ്റൊന്ന് ആഹാരം. ഇതിൽ വീണ്ടും മനസ്സ് തുടരുന്നു. ഇതിൽ അദ്ദേഹത്തിന് 2 കാര്യങ്ങളിൽ അതീവ താല്പര്യം ഉണ്ടായിരുന്നു. ഒന്ന് സ്ത്രീ, മറ്റൊന്ന് സുഗന്ധദ്രവ്യങ്ങൾ. മൂന്നാമത്തത് അദ്ദേഹം അത്രക്ക് വില കൊടുത്തില്ല, അതായത് ആഹാരത്തിന് അദ്ദേഹം കൂടുതൽ പരിഗണന കൊടുത്തില്ല എന്നാണ് അനസ് തുടരുന്നത്. അനസ് വീണ്ടും തുടരുന്നു. പ്രവാചകന് ആശ്ചര്യകരമായ അപാരമായ ലൈംഗിക ശേഷി ഉണ്ടായിരുന്നു. അത് 30 പുരുഷന്മാരുടെ ലൈംഗിക ശേഷി ഉണ്ടായിരുന്നു എന്ന് അനസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. അതുമാത്രമല്ല, ആ ലൈംഗിക ശേഷി അദ്ദേഹം തൻ്റെ 9 ഭാര്യമാരോടും അതിനോടൊപ്പം അദ്ദേഹത്തിന് 2 മാരിയത്തുൽ കിബിത്തിയ അടക്കമുള്ള
അടിമ സ്ത്രീകൾ അടക്കമുള്ള 11 സ്ത്രീകളോട് ഈ ലൈംഗിക പൂർത്തീകരണം അദ്ദേഹം നിത്യേന നടത്തിയിരുന്നു എന്നും അനസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മറ്റൊന്ന് വീണ്ടും മറ്റൊരു ഹദീസ്, പ്രവാചകന് ചില പ്രത്യേക കാര്യങ്ങളിൽ മേൽക്കോയ്മയുണ്ടായിരുന്നു എന്നാണ്. അതിൽ ഒന്ന്, പ്രവാചകന് പ്രത്യേകമായിട്ടുള്ള ഒരു മേൽക്കോയ്മ എന്ന് പറയുന്നത് ലൈംഗിക ബന്ധങ്ങൾ തമ്മിലുള്ള കുറഞ്ഞ ഇടവേള, അതായത് 2 ലൈംഗിക ബന്ധങ്ങൾ തമ്മിലുള്ള കുറഞ്ഞ ഇടവേള. രണ്ടാമത്, യുദ്ധത്തിൽ ശത്രുവിനെ അടിച്ചു വീഴ്ത്താനുള്ള കഴിവ്. ഈ 2 കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേക മേൽക്കോയ്മ ഉണ്ടായിരുന്നു, മറ്റുള്ള സാധാരണ മനുഷ്യർക്കില്ലാത്ത വിധം എന്ന് അനസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രവാചകൻ ലൈംഗിക മേൽക്കോയ്മ സൃഷ്ടിക്കാൻ വേണ്ടി, ഒരു ലൈംഗിക മേൽക്കോയ്മ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ വന്നത്, അതോ മൂല്യങ്ങൾ എന്താ പറയുക, ലൈംഗിക മേൽക്കോയ്മ അന്നത്തെ അറബികൾ തന്നെ സൃഷ്ടിച്ചതാണ്. കാരണം അന്നത്തെ അറബികൾക്ക് മകൻ മരിച്ചാൽ മകൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നത് ആ മകൻ്റെ പിതാവായിരുന്നു. അതായത് അമ്മോശനാണ് ഭർത്താവ് നഷ്ടപ്പെട്ട മരുമകളെ കെട്ടിയിരുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരുപാട് ഇത് പറഞ്ഞു, പല പ്രവാചകന്മാർക്കും ഈ രീതിയിൽ ഒരുപാട് ഭാര്യമാരും മറ്റുള്ളതൊക്കെ ഉണ്ടായിരുന്നു എന്നതൊക്കെ ഇത് ചെയ്തിരുന്നു, അതൊന്നും മോശമല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ രീതിയിൽ ഒരു മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള ഒരു പ്രവാചകൻ എന്ന രീതിയിൽ ലൈംഗിക മേൽക്കോയ്മയിൽ ഈ രീതിയിൽ ഹദീസുകളുണ്ട്, സ്വഹിയായ ഹദീസുകളാണ്. ഈ ഒരു രീതിയിലുള്ള ഒരു പ്രവാചകനെ വികലമാക്കി ഒരു പ്രവാചകനെ വിമർശകർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ അതിനൊക്കെ ആയുധം കൊടുക്കുന്നത്? വിശ്വാസികൾ തന്നെയല്ലേ ഇത്തരം സംഹിതകളും ഇത്തരം ഹദീസുകളും വഴി ആയുധം കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് വിശ്വാസികൾ തന്നെയല്ലേ ആയുധം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് പേര് വെളിപ്പെടുത്താതെ വെളിപ്പെടുത്തി, എന്നാൽ വെളിപ്പെടുത്തിയ പേര് വെളിപ്പെടുത്തേണ്ടതുണ്ടോ എന്ന സംശയമുള്ള സുഹൃത്ത് കുറേ ഹദീസുകൾ ഉദ്ധരിച്ചിരിക്കുകയാണ്. ഹദീസുകളുടെ പശ്ചാത്തലം അദ്ദേഹം അവതരിപ്പിച്ച രീതിയെല്ലാം കണ്ടാൽ ഞങ്ങളെല്ലാവരും ആകെ പേടിച്ച് ഞെട്ടി വിറച്ചു പോകും എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവതരണം. വിഷയം വളരെ സരളമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്നത് സുഗന്ധത്തോടും സ്ത്രീകളോടുമാണ്. നമ്മുടെ മനസ്സ് പലപ്പോഴും, നമ്മുടെ മനസ്സിൻ്റെ പ്രതികരണം പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഉള്ള വികലമായ ധാരണകൾക്ക് അനുസൃതമായിട്ടാകും. ഇവിടെ സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്ക് എൻ്റെ സുഹൃത്തിൻ്റെ മനസ്സിലേക്ക് ആരാൻ്റെ സ്ത്രീകളോടാണ് എന്ന് കടന്നു വരുന്നിടത്താണ് സുഹൃത്തെ പ്രശ്നമുള്ളത്. അത് ചികിത്സിക്കേണ്ട അസുഖമാണ്. വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് പച്ചയായി ഞാൻ പറയട്ടെ, റസൂലുള്ള ഇഷ്ടപ്പെട്ടതുപോലെ ഞാനും എൻ്റെ സ്ത്രീകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. എന്താ കുഴപ്പം? ഞാൻ സുഗന്ധം ഇഷ്ടപ്പെടുന്നു, എന്താണ് കുഴപ്പം? എവിടെയാണ് പിഴവ്? സുഗന്ധം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആളുടെ വീട്ടിൽ അയാളുടെ അലമാരയിൽ വെച്ച് പൂട്ടിയ സുഗന്ധം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നല്ല, മറിച്ച് ഞാൻ എൻ്റെ സുഗന്ധം ഉപയോഗിക്കാൻ, ഞാൻ പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ, എൻ്റെ അലമാരയിലെ സുഗന്ധം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഗന്ധം ഇഷ്ടപ്പെട്ടു, സ്ത്രീകളെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം അനുഭവിച്ച സ്ത്രീകളെല്ലാം തന്നെ ആ സ്ത്രീകൾ മുഴുവനും പ്രവാചകന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതാണ് ഇവിടെ പറഞ്ഞത്, പ്രവാചകനെ പോലെ നല്ലൊരു ഭർത്താവില്ല എന്ന്. ഇവിടെ പ്രശ്നം എൻ്റെ സുഹൃത്തിൻ്റെ മാനസികാവസ്ഥയിലാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 പുരുഷന്മാരുടെ ശക്തിയുണ്ട്. ആ റസൂലുള്ളാഹിക്ക് എല്ലാ സ്ത്രീകളെയും, പ്രവാചകൻ്റെ സ്ത്രീകളെയെല്ലാം തന്നെ സംതൃപ്തമാക്കാനുള്ള കഴിവുണ്ട് എന്ന്. ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് എൻ്റെ സുഹൃത്തിനോടും നമ്മളോട് എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, പുരുഷൻ്റെ ശേഷി എന്താണ് സുഹൃത്തുക്കളെ? പുരുഷൻ്റെ ശേഷി എന്താണ്? സ്വന്തം ഭാര്യമാരെ സംതൃപ്തമാക്കാൻ പുരുഷന് കഴിയുന്നു എന്നത് നന്മയാണോ തിന്മയാണോ എൻ്റെ സുഹൃത്തെ? സ്വന്തം സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ പ്രവാചകന് കഴിയുമായിരുന്നു എന്ന് സഹാബിമാർ മനസ്സിലാക്കി. അത് വസ്തുതയാണ്. ആ പ്രവാചകന് എത്ര സ്ത്രീകളുണ്ടെങ്കിലും അവരെയെല്ലാം
അവരെയെല്ലാം വേറെ കാഴ്ച വസ്തുക്കൾ മാത്രമായി സ്വീകരിച്ചതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം ലൈംഗികതയെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇസ്ലാം ലൈംഗികതയെ, സെക്സിനെ ഒരു തിന്മയായി കാണുന്ന ആദർശമല്ല. ആദാം പാപം ചെയ്തപ്പോ, ഹവ്വ പാപം ചെയ്തപ്പോ ഉണ്ടായി വന്ന ഒരു തിന്മയാണ്, പാപത്തിൻ്റെ ഫലമാണ് സെക്സ് എന്നുള്ള ധാരണ തിരുത്തുകയാണ് ഇസ്ലാം. സെക്സ് ഒരു ആരാധനയാണ് എന്ന്, സെക്സ് ഒരു ഇബാദത്താണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഇണയുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിലേർപ്പെടുക, അത് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താകുന്നു, അതൊരു സൽക്കർമ്മമാകുന്നു എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇണകളോടുള്ള പെരുമാറ്റത്തിൽ ഇണകളെ സംതൃപ്തിപ്പെടുത്താൻ പുരുഷൻ ഉത്തരവാദിത്തമുണ്ട് എന്നും, എങ്ങാനും പുരുഷന് തൻ്റെ ഇണയെ സംതൃപ്തിപ്പെടുത്താൻ, ലൈംഗികമായി സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഏകപക്ഷീയമായി ആ പുരുഷനിൽ നിന്ന് വിവാഹമോചനം നേടാമെന്നും പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വിവാഹങ്ങൾ ചെയ്തപ്പോൾ ആ വിവാഹങ്ങൾ ചെയ്ത സ്ത്രീകളെ അവർക്ക് സംതൃപ്തി നൽകാൻ, അത് കുടുംബപരമാണെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ ലൈംഗികമായ കാര്യത്തിലാണെങ്കിലും എല്ലാം തൃപ്തിപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിവുണ്ടായിരുന്നു എന്നത് ഒരു മോശമായി ചിത്രീകരിക്കാൻ പറ്റാത്ത കാര്യമായി, ആളുകളുടെ മുന്നിൽ പറയാൻ പറ്റാത്തൊരു കാര്യമായി എൻ്റെ സുഹൃത്തിന് തോന്നുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പ്രശ്നമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെന്നാൽ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? കേരളത്തിൽ 500 കോടി രൂപ വിറ്റുവരവുള്ള ഒരു ബിസിനസ്സാണ് ലൈംഗിക ഉത്തേജക മരുന്നുകളുടെ വിൽപ്പന എന്നാണ് അടുത്തൊരു പഠനം കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ലൈംഗിക ഉത്തേജക മരുന്നുകൾക്ക് വേണ്ടി ആളുകൾ പണം ചെലവഴിക്കുന്നത് സംതൃപ്തമായ ലൈംഗികത പങ്കുവെക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോഴാണ്. അതിന് പണം ചെലവഴിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി എടുത്തുകൊണ്ട് നമ്മൾ പറയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ജീവിത രീതി നിങ്ങൾ സ്വീകരിക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന്. അവിടെ എന്താണ് പ്രശ്നം? അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ നിപുണരായിരുന്നു എന്നതാണത്രേ വലിയൊരു പ്രശ്നം. അടുത്ത ഇഷ്യൂ അതാണ്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിനെ കീഴടക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിവുണ്ടായിരുന്നു. തീർച്ചയായും യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധമുന്നണിയിൽ നിന്ന് പോരാടുന്ന സമയത്ത് ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക എന്ന ആശയമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യുദ്ധമുന്നണിയിൽ ശത്രുവുമായി പോരാടുമ്പോൾ ഒരു പോരാളിയായി, വില്ലാളി വീരനായി, ഒരു സൈനികനായി ശക്തമായി പോരാടണമെന്നാണ്. അവിടെ തൻ്റെ സഹാബിമാരെ യുദ്ധത്തിന് പറഞ്ഞയച്ച് വെറുതെ ഇരിക്കുകയല്ലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ബദറിൽ യുദ്ധരംഗത്തേക്ക് നോക്കുമ്പോൾ എല്ലായിടത്തും മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമായിരുന്നു എന്ന്. യുദ്ധത്തിലും നിപുണനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും പ്രവാചകന്റെ മാതൃകയുണ്ട് സുഹൃത്തെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ നൈപുണ്യം എങ്ങനെ വേണമെന്ന്, എങ്ങനെ ശത്രുവിനെ പോരാടുന്ന സമയത്ത് ശത്രുവിനുമായി എങ്ങനെ പോരാടണമെന്ന്, ശത്രുവിനെ കീഴ്പ്പെടുത്തണം എന്ന് എല്ലാ കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. ഇവിടെ ഹദീസുകളല്ല പ്രശ്നം, മറിച്ച് ആ ഹദീസുകൾ വായിക്കുന്ന ആളുകളുടെ മാനസികമായ അവസ്ഥയാണ്, നിലവാരമാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അത് തമസ്കരിക്കുവാൻ നിങ്ങൾ എത്ര വൃത്തികെട്ട രൂപത്തിൽ ഹദീസുകൾ വായിച്ചാലും അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല. അത് സ്വഹീഹായ ഹദീസാണെങ്കിൽ, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണെങ്കിൽ. എൻ്റെ സഹോദരൻ എനിക്കുള്ള മറുപടിയിൽ അത് എൻ്റെ മനസ്സിൻ്റെ മോശമായ വികലമായ ചിന്തയാണ്, അത് നിങ്ങളുടെ മോശമാണ് എന്നാണ് പറഞ്ഞത്. എൻ്റെ ചോദ്യത്തിൽ അത്തരം ഒരു ധ്വനി പോലുമില്ല. ഞാൻ മുഹമ്മദ് നബി ഒരു കാമവെറിയനാണെന്നോ അദ്ദേഹം ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ലംബടനാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ
അദ്ദേഹം നിവേദനം ചെയ്ത നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു സ്വഹീഹായ ഹദീസാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റേതായി അതിൽ ഒന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത നിങ്ങളെ മനസ്സിൻ്റെ കുഴപ്പമാണ് എന്ന് എനിക്ക് വളരെ ഖേദത്തോടു കൂടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. പിന്നെ വേറൊന്ന് പറയട്ടെ, പ്രവാചകൻ സാധാരണ മനുഷ്യനാണോ? സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ബലഹീനതകൾ, അതായത് വീക്ക്നെസ്സുകൾ, മോശമായ ചിന്തകളും പ്രവൃത്തികളും പ്രവാചകന്മാർക്കുണ്ടാകുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ, അത്തരം സാധാരണ മനുഷ്യന്റെ ബലഹീനതകൾ ഒരു പ്രവാചകനുണ്ടെങ്കിൽ അദ്ദേഹം പ്രവാചകനാകുമോ? അതുമാത്രമല്ല, പ്രവാചകന് സാധാരണ മനുഷ്യന്റെ ബോധതലമാണോ ഉള്ളത്, അതോ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉയർന്ന ബോധതലത്തിലാണോ പ്രവാചകന്മാർ വസിച്ചിരുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ആൻസറിൽ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് ഉദ്ധരിച്ചതെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഉത്തരവ്. ഞാൻ പറഞ്ഞു അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് തന്നെ ഞാൻ ഉദ്ധരിച്ചത്. പക്ഷെ ഞാൻ ഉദ്ധരിച്ചപ്പോൾ ആർക്കൊരു പ്രശ്നം തോന്നിയില്ല. എൻ്റെ സുഹൃത്ത് ഉദ്ധരിച്ചപ്പോൾ അതെന്തോ ഒരു മല വരുന്നു എന്നാണ് തോന്നിയത്. അതാണ് പ്രശ്നവും, അവിടെയാണ് പ്രശ്നം. ഞാൻ അതേ ഹദീസാണ് ഉദ്ധരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുഗന്ധം ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ത്രീകളെ ഇഷ്ടമായിരുന്നു. അവിടെ മന്യൻ്റെ സ്ത്രീകളെ എന്ന് ധ്വനിപ്പിക്കുന്നിടത്താണ് അപകടം സ്ഥിതി ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ഇണകളെ സംതൃപ്തിപ്പെടുത്തുവാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് സഹാബിമാർ മനസ്സിലാക്കിയിരുന്നു. അതാണ് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ 30 സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പ്രവാചകനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് എന്ന വചനത്തിലുള്ളത്. അതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ അടുത്ത വിഷയം, പ്രവാചകൻ സാധാരണ മനുഷ്യനായിരുന്നുവോ, ആ സാധാരണ മനുഷ്യരുടെ ബലഹീനതകളുണ്ടാകുമോ, അതേസമയം ബോധതലം ഉന്നതമായ ബോധതലമാണോ എന്നല്ല പാട്. എന്താണ് എൻ്റെ സുഹൃത്തിൻ്റെ ഉപചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന കാര്യം ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. അഥവാ പ്രവാചകരെ പറയണം, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ആകുന്നു, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാകുന്നു. മനുഷ്യൻ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധാരണക്കാരനായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അഥവാ എന്നാൽ എനിക്ക് വഹി നൽകപ്പെടുന്നു, ദിവ്യബോധനം നൽകപ്പെടുന്നു, എൻ്റെയും നിങ്ങളുടെയുമെല്ലാം ആരാധ്യൻ ഒരാൾ തന്നെയാണ് എന്ന്. അഥവാ സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് സാധാരണക്കാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യാസം, മറ്റുള്ളവരിൽ നിന്നുള്ള വ്യതിരിക്തത, അദ്ദേഹത്തിന് ദൈവിക ബോധനം ലഭിക്കുന്നു എന്നതാണ്. ആ ദൈവിക ബോധനം നൽകുന്നത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവിക ബോധനപ്രകാരം ജനങ്ങളെ നയിക്കേണ്ട വ്യക്തിത്വമായത് കൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ സംരക്ഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ സംരക്ഷണം അദ്ദേഹത്തിൻ്റെ ഏത് രംഗത്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ചെറുപ്പകാലഘട്ടം മുതൽക്കേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനുഷികമായ മനുഷ്യർ എന്നുള്ള നിലക്കുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ പ്രശ്നം എന്ന് പറയുമ്പോൾ മനുഷ്യന് അനിവാര്യമായ ഭക്ഷണവും വസ്ത്രവും ലൈംഗികതയുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനിവാര്യമായിരുന്നു. വേദനയുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ സവിശേഷതകൾ. എന്നാൽ വഹി ലഭിക്കുന്ന പടച്ചവൻ്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ പാപ സുരക്ഷിതത്വം, പാപങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സുരക്ഷിതത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്നു. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. സഹോദരങ്ങളെ, ചോദിക്കാൻ താല്പര്യമുള്ള സഹോദരങ്ങൾ ഇവിടെ അതിനുവേണ്ടി പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മുന്നിലേക്ക് കയറി ഇരിക്കണമെന്ന് ഉണർത്താണ്. ചോദ്യം ചോദിക്കുന്ന ആൾ പേരും അതേപോലെ തന്നെ സ്ഥലവും ഉണർത്തുക. ഒരാൾക്ക് ഒരു ചോദ്യമാണ് ഒരേ സമയം ചോദിക്കാനുള്ള അവസരം. അതുമായി ബന്ധപ്പെട്ട് വല്ല ഉപചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കണമെങ്കിൽ
ആ ചോദ്യകർത്താക്കളുടെ നിരയുടെ ഏറ്റവും പിന്നിൽ പോയിരിക്കും. സമയമുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പേര് സലീം. ഞാൻ മഞ്ചേരിയാണ് സ്ഥലം. ഞാൻ ഫറൂഖ് കോളേജിൽ BA പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. ഇവിടെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പരിപാടികൾ വളരെ ശ്ലാഘനീയം തന്നെയാണ്. പക്ഷേ നബി നിന്ന സിനിമ എന്ന ഈ പരിപാടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഒരു സിനിമ പാശ്ചാത്യ ലോകം പടച്ചുവിട്ടപ്പോൾ അതിനെതിരെ ഘോരഘോരമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനിടയിൽ ഇങ്ങനെ ഈ നിച്ച് ഓഫ് ട്രൂത്ത് ഇവിടെ കോഴിക്കോട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരെ വന്നൊരു ആരോപണത്തിനു വേണ്ടി മറുപടി പറയാൻ ഒരു വേദി കിട്ടുന്നു എന്നും, എന്നിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആദർശത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, നിങ്ങളുടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ ക്ലിപ്പുകളിലായി എനിക്ക് കേൾപ്പിച്ചു തന്നു. ഇത് വളരെ വൈരുദ്ധ്യമല്ലേ? ഒരു ഉദാഹരണം നോക്കാം. അദ്ദേഹം കാണിച്ചു തന്നു ഈ നമ്മുടെ അബ്ദുൽ ലത്തീഫ് മദനിയുടെ പ്രസംഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അഷ്റഫുൽ ഖൽഖ് എന്ന് പറയാൻ പോലും പറ്റാത്ത അത്രയും വളരെയധികം നീചമായ രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൈതാവിൻ്റെ ഇന്ദ്രിയം വയറ്റിലേക്ക് ഊറിയപ്പോൾ തന്നെ തന്ത തെറിച്ചു എന്നുള്ളതായ ഒരു അപകീർത്തിപ്പെടുത്തുന്ന ഒരു രൂപത്തിൽ പ്രസംഗം കേൾപ്പിച്ചു തന്നു. അപ്പോൾ ഇത്രയും അധികം ഒരു വശത്ത് പ്രവാചകനെ ഇത്രയും അധികം നിന്ദ്യത രൂപത്തിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അതേ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന ഒരു എതിർപ്പിനെ മറുപടി പറയാൻ വേണ്ടി വേദി കിട്ടുമ്പോൾ ഇത് വളരെയധികം ഒരു മോശമായ പരിപാടിയല്ലേ, അല്ലെങ്കിൽ ഇരട്ടത്താപ്പല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വശത്ത് നിന്ദിക്കുകയും മറുവശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള സിനിമക്കെതിരെ ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ എൻ്റെ സുഹൃത്ത് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് തുറന്ന മറുപടി നൽകുവാൻ സന്നദ്ധമാകുമ്പോഴുമെല്ലാം ഇതിൻ്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ അതിന് BA പഠിക്കുന്ന എൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാകില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടോളം കാലമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് തുറന്ന ഇതേപോലെയുള്ള വേദികളിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന കൂട്ടായ്മ. അത്തരം ഒരു കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും അനുകൂലിക്കാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചതിനെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അവതരിപ്പിക്കുകയും അത് ക്ലിപ്പ് എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ ഇപ്പോൾ ആ രൂപത്തിലുള്ളതാണ്. പലപ്പോഴും സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് എന്താണ് അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അവതരിപ്പിക്കുന്ന ശൈലിയിൽ ആ രൂപത്തിൽ ആളുകളെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി, ആളുകളെ തമസ്കരിക്കുന്നതിന് വേണ്ടി, ആളുകളോട് വിരോധമുണ്ടാക്കുന്നതിന് വേണ്ടി അവരുടെ സംസാരങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അവതരിപ്പിക്കുന്ന ക്ലിപ്പുകളല്ല, മറിച്ച് അത്തരം ആളുകൾ എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത് എന്നാണ് എൻ്റെ സുഹൃത്തിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തേക്കാളധികം സ്നേഹിക്കാത്ത ഒരാൾക്കും മുസ്ലിമാകുവാൻ സാധ്യമല്ല എന്ന കാര്യം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തെക്കാളധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള നിന്ദാ പരാമർശങ്ങൾ വരുമ്പോഴെല്ലാം തന്നെ നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതും ആ പ്രോഗ്രാമുകളിലൂടെ ഈ നിന്ദാ പരാമർശങ്ങൾ വരികയും നിന്ദാ പരാമർശങ്ങളോടനുബന്ധിച്ച് മാധ്യമങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ചയാവുകയും നേരത്തെ ചോദിച്ച ചോദ്യത്തിലുള്ളതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ ഇത് എന്തോ ഭയങ്കര വിമർശനമാണ് എന്ന് തോന്നുകയും അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്ന ആളുകളുടെ മനസ്സിനകത്തെങ്കിലും ഇതൊന്നും ശരിയായില്ല എന്ന് തോന്നുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് നിച്ച് ഓഫ് ട്രൂത്ത് ഇങ്ങനെ തുറന്ന പരിപാടി നടത്തിക്കൊണ്ട് പച്ചയായി സമൂഹത്തിൻ്റെ മുന്നിൽ പറയുന്നത്, ഇതാ ഒരു 63 വർഷക്കാലം ജീവിക്കുകയും 23 വർഷക്കാലം പ്രവാചകത്വ ജീവിതം നയിക്കുകയും ചെയ്ത ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ ജീവിച്ച ഉന്നതനായ പ്രവാചകന്റെ വെളുത്ത ജീവിതം ഇതാ, ഈ ജീവിതത്തിൽ ഒരു പുഴുക്കുത്തെങ്കിലും കാണിച്ചു തരാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്നുള്ള നിലക്കാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തെക്കാളധികം സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കൂരമ്പുകൾ വന്നപ്പോൾ സ്വന്തം വിരുമാറുകൾ കാണിച്ച് ആ വിരുമാറുകളിൽ ആ അമ്പുകൾ ഏറ്റെടുത്ത് മുള്ളം പന്നികളെപ്പോലെ സ്വന്തം വിരുമാറുകളാക്കി ആ മുള്ളം പന്നിയെപ്പോലെ സ്വന്തം ശരീരത്തിൽ ഒന്നിലധികം അമ്പുകൾ ഇങ്ങനെ തറച്ചു നിന്ന് യുദ്ധരംഗത്ത് മലർന്നു വീഴുന്ന സഹാബിമാരുടെ അതേ ആ ഒരു ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ റസൂലുള്ളാഹിയെ സ്നേഹിച്ചതുപോലെ പ്രവാചകന്റെ ഭൗതിക ശരീരത്തെ സ്നേഹിക്കാൻ നമുക്കിന്ന് സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ കൂരമ്പുകളെ എത്ര ശക്തമായ കൂരമ്പുകളാണോ എയ്തുവിടുന്നത് അതിനേക്കാൾ ശക്തമായ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ആ പ്രവാചകനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിനെ സന്ദർഭങ്ങളിൽ നടത്തിയെടുത്ത് അവതരിപ്പിച്ചുകൊണ്ട് പ്രവാചക വിരോധപാട് എല്ലാം ഉള്ളത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ സത്യത്തിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പാതയിൽ ഒരുമിക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം ഒരിക്കലും ഇതല്ല. ആരെയെങ്കിലും കുറിച്ച് തെറ്റിദ്ധാരണ പരത്തലല്ല, ആരെയെങ്കിലും കുറിച്ച് അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഈബത്തായി പരദൂഷണമായി പറഞ്ഞുണ്ടാക്കലല്ല, ആരുടെയെങ്കിലും പദങ്ങളിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ മാർഗമാണ് അവർ സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് കേവലം പദങ്ങളിലല്ല, മറിച്ച് പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അത്തരം ആ സ്നേഹത്തിന് വേണ്ടിയാണ് ആ